പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ നോക്കുന്നത് വാട്സപ്പിലുള്ള ട്രിക്കാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ട്രിക്ക് എല്ലാവരും പ്രതീക്ഷിച്ച ഒരു ട്രിക്കാണ് കേട്ടോ. ഇതിപ്പം ഈ ഒരു ട്രിക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ടൈറ്റിൽ വായിക്കുന്ന പോലെ തന്നെ ഇത് പറഞ്ഞു തന്നതിന് അത്രയും മനസ്സിലാവുമെന്ന് അറിയില്ല. ഓക്കെ, ഇതെന്താ സംഭവം വെച്ചാൽ നമുക്ക് ചില സമയത്ത് നമ്മൾ ഓൺലൈൻ ആയിരിക്കുകയും വേണം, അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസിൽ നമ്മൾ ഓഫ്ലൈനും ആകണം. ഇപ്പം നമുക്ക് നെറ്റ് ഓൺ ആക്കി കഴിഞ്ഞാലും നമ്മൾ വാട്സപ്പ് എടുത്തില്ലെങ്കിൽ ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ 2 ടിക്ക് വരും. അപ്പോൾ ആ 2 ടിക്ക് വരുമ്പം മെസ്സേജ് അയക്കുന്ന ആൾക്ക് മനസ്സിലാവും എന്തായാലും ഓൺലൈൻ ഉണ്ട്, അവൻ അറിഞ്ഞുകൊണ്ട് നമ്മളെ റിജക്റ്റ് ചെയ്യാനാണോ അവോയ്ഡ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് തോന്നും. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം തടയാനാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ട്രിക്ക് ചെയ്യുന്നത്. ഈ ഒരു ട്രിക്ക് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ വാട്സപ്പിൽ ഓൺലൈനുമാണ്, അതുപോലെ തന്നെ വാട്സപ്പിൽ നമ്മൾ ഫുള്ള് ഓഫ്ലൈൻ ആണ്. നമ്മൾ നെറ്റ് ഓഫ് ചെയ്ത് എങ്ങനെയാണ് വാട്സപ്പ്, അതുപോലെ തന്നെ നമ്മൾ നെറ്റ് ഓൺ ആക്കിക്കൊണ്ട് തന്നെ വാട്സപ്പ് അങ്ങനെ ചെയ്യുന്ന ഒരു ട്രിക്കാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല, നമുക്ക് അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ട്രിക്കിലേക്ക് പോവാം. ഏകദേശം നമ്മൾ ട്രിക്ക് ചെയ്യാൻ പോകണം. ഓക്കെ, നമ്മൾ ട്രിക്ക് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ 2 വാട്സപ്പാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ 2 ടാബ്ലറ്റിലും 2 വാട്സപ്പാണ്. നമ്മൾ ഈ ടാബ്ലറ്റിലേക്കാണ് മെസ്സേജ് അയക്കുന്നത്. ഓക്കെ, നമ്മൾ ട്രിക്ക് ചെയ്യാൻ പോകുന്നത് ഈ ടാബ്ലറ്റിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഉറപ്പിന് വേണ്ടി നമ്മളൊന്ന് മെസ്സേജ് അയക്കുകയാണ്. ഓക്കെ, ഈ മെസ്സേജ് നമ്മൾ ഇങ്ങോട്ട് അയക്കുന്നു. ഇവിടെ മെസ്സേജ് വരും. ഓക്കെ, ഇപ്പോൾ മെസ്സേജ് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം ഇവിടെ 2 ഡബിൾ ടിക്കും വരും, അതുപോലെ തന്നെ നീല കളർ വരികയും ചെയ്യും. നമ്മൾ ഓഫ്ലൈൻ ആയിരിക്കുമ്പോൾ, ഓഫ്ലൈൻ എന്ന് പറയുമ്പോൾ വാട്സപ്പ് ക്ലിയർ ചെയ്യുവാണ്. ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ ഇവിടെ കണ്ടോ ലാസ്റ്റ് സീൻ ടുഡേ എന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ ഇത്ര മെസ്സേജ് വരും, എന്നാലും ഈ നമ്മൾ ടിക്കിന് വ്യത്യാസം വരും. ഇപ്പോൾ കണ്ടോ ഇവിടെ 2 വൈറ്റ് ടിക്കാണ് വന്നിരിക്കുന്നത്. 2 വൈറ്റ് ടിക്ക് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ മെസ്സേജ് അയച്ച ആർക്കാണോ അവർ ഓൺലൈനിലുണ്ട്. അപ്പോൾ മനസ്സിലായി, നമ്മൾ മെസ്സേജ് അയക്കുന്ന ആൾ ഓൺലൈനുണ്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒരു 2 വൈറ്റ് ടിക്ക് നമുക്ക് ഇങ്ങനെ ഒഴിവാക്കാം. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക. ആദ്യം പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ പോസ്റ്റ് എന്ന് പറഞ്ഞ ആപ്പ് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പോസ്റ്റ് ക്ലിക്ക് ചെയ്യുക. പോസ്റ്റ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ആപ്ലിക്കേഷൻ വരും, അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നേരത്തെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് എല്ലാം ടെസ്റ്റ് ചെയ്ത് എല്ലാം സെറ്റ് ആയിട്ടിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഓപ്പൺ കൊടുക്കുന്നു. ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ലോഗോയാണ് സംഭവം. ഓക്കെ, പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡിൽ മാത്രം കിട്ടുള്ളൂ, iOS-ലൊന്നും ഈ ആപ്ലിക്കേഷൻ കിട്ടില്ല. പിന്നെ ഈ ഒരു ആപ്പിൽ കുറേ നല്ല രീതിയിൽ ആഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് 4 ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഒന്ന് നമുക്ക് സ്റ്റാറ്റസ് സേവ് ചെയ്യാം, അതുപോലെ തന്നെ മീറ്റിംഗ് മോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ട്രിക്ക് ചെയ്യുന്നത് ഇത്ര മിനിറ്റിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ടൈം വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഡെമോ കാണിക്കാം. മീറ്റിംഗ് ഇവിടെ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ക്ലോക്ക് കാണിക്കാം. അപ്പോൾ നമുക്ക് എത്ര മിനിറ്റത്തേക്ക് വേണ്ടിയാണ് ഈ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യേണ്ടതാണ് ഈ മീറ്റിംഗ് മോഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മളിതല്ല ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് പോസ്റ്റ് എന്ന് പറഞ്ഞ സംഭവമാണ് ചെയ്യുന്നത്. പോസ്റ്റ് ചെയ്യാനായിട്ട് അത് ക്ലിക്ക് ചെയ്യാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് ആഡ് കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്നുണ്ട്, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് അടിക്കുക. കേസ് അത് കഴിഞ്ഞിട്ട് ഇവിടെ ആക്ടിവേറ്റ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് പൊക്കത്ത് കാണിക്കും, അത് ഓൺ ചെയ്യാം. അത് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ പ്രോംപ്റ്റ് കാണാൻ പറ്റും. വാട്സപ്പ് വർക്ക് ചെയ്യും, പക്ഷേ നോട്ടിഫിക്കേഷനോ മറ്റ് സംഭവങ്ങളൊന്നും കാണിക്കില്ല. അപ്പോൾ ഇതിനു മുമ്പായിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വാട്സപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് റിമൂവ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് റീക്കുണ്ട്. ഇപ്പോൾ ക്ലിക്ക് ചെയ്തു, അപ്പോൾ ഞാൻ വാട്സപ്പ് ക്ലിയർ ചെയ്തു. ഓക്കെ, അപ്പോൾ വീണ്ടും മറ്റേ പോസ്റ്റ് എന്ന് പറഞ്ഞ ആപ്പ് എടുക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ആക്ടിവേറ്റ് ആപ്പ് എന്ന് കാണിക്കുക. അത് കഴിഞ്ഞിട്ട് ഓൺ ചെയ്യുക. ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ താഴേക്ക് കാണിക്കാം ആപ്പ് ആക്ടിവേറ്റിംഗ് എന്ന് പറഞ്ഞ് വേറൊരു പ്രോംപ്റ്റും കാണാൻ പറ്റും. ഇവിടെ അത് എഴുതി കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മെസ്സേജ് അയച്ചു നോക്കാം. ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്താൽ നമ്മൾ ഓൺലൈനാണ്, പക്ഷേ മെസ്സേജ് വന്നാൽ നമുക്ക് ഇവിടെ 1 ടിക്കേ വരുള്ളൂ. അപ്പോൾ ഡെമോ കാണിച്ചു തരാം. വാട്സപ്പ് എടുക്കുന്നു. ഇപ്പോൾ നേരത്തെ അയച്ച മെസ്സേജാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇവിടെ ഡിഫറൻസ് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങളിവിടെ ഒറ്റ ട്രിക്കാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഈ ട്രിക്ക് കൊണ്ട് ഉദ്ദേശിച്ചത്.
ഗൈസ് അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു ട്രിക്ക് കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓൺലൈൻ ആവുകയും ചെയ്യാം. അതുപോലെ വാട്സപ്പിലെ നോട്ടിഫിക്കേഷൻസ് മെസ്സേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനും പറ്റുകയും ചെയ്യും. അപ്പോൾ ഇത് ഒരു നല്ല ട്രിക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു ട്രിക്ക് വീഡിയോ ആയിട്ട് നമുക്ക് എന്തായാലും കാണാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു വീഡിയോ കാണാം.